ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആര്യസ് ലേണിംഗ്. ഇന്ന് മോഡൽ ക്വസ്റ്റ്യൻസിൻ്റെ 9ാമത്തെ ഡേ ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. 67ാമത് നാഷണൽ സ്കൂൾ അത്ലറ്റിക് ടൂർണമെൻറ്റിൽ ഓവറോൾ കിരീടം നേടിയതാര്? കേരളം. 67ാമത് നാഷണൽ സ്കൂൾ അത്ലറ്റിക് ടൂർണമെൻറ്റിൽ ഓവറോൾ കിരീടം നേടിയത് കേരളം. 2024 ജനുവരിയിൽ മലേറിയ മുക്ത രാജ്യമായി ലോകാരോഗ്യ സംഘടന സർട്ടിഫൈ ചെയ്ത ആഫ്രിക്കൻ രാജ്യമാണ് കേപ്പ് വെർദി. 2024 ജനുവരിയിൽ മലേറിയ മുക്ത രാജ്യമായി ലോകാരോഗ്യ സംഘടന സർട്ടിഫൈ ചെയ്ത ആഫ്രിക്കൻ രാജ്യമാണ് കേപ്പ് വെർദി. 2024-28 കാലയളവിൽ IPL ക്രിക്കറ്റിൻ്റെ ടൈറ്റിൽ സ്പോൺസർഷിപ്പ് അവകാശം നേടിയ കമ്പനി ഏത്? ടാറ്റ സൺസ്. 2024-28 കാലയളവിൽ IPL ക്രിക്കറ്റിൻ്റെ ടൈറ്റിൽ സ്പോൺസർഷിപ്പ് അവകാശം നേടിയ കമ്പനിയാണ് ടാറ്റ സൺസ്. ഫോർബ്സിൻ്റെ റിപ്പോർട്ട് പ്രകാരം 2024 ലോകത്തിലെ ഏറ്റവും ശക്തമായ കറൻസിയാണ് കുവൈത്ത് ദിനാർ. ഫോർബ്സിൻ്റെ റിപ്പോർട്ട് പ്രകാരം 2024 ലോകത്തിലെ ഏറ്റവും ശക്തമായ കറൻസിയാണ് കുവൈത്ത് ദിനാർ. 2023 സംസ്ഥാന സ്കൂൾ സയൻസ് ഫെസ്റ്റിവലിൽ ചാമ്പ്യന്മാരായ ജില്ലയാണ് മലപ്പുറം. 2023 സംസ്ഥാന സ്കൂൾ സയൻസ് ഫെസ്റ്റിവലിൽ ചാമ്പ്യന്മാരായ ജില്ലയാണ് മലപ്പുറം. 2021-22 കാലയളവിലെ മികച്ച അന്തർദേശീയ ക്രിക്കറ്റ് താരത്തിനുള്ള BCCI അവാർഡ് നേടിയ താരമാര്? ജസ്പ്രീത് ബുംറ. 2021-22 കാലയളവിലെ മികച്ച അന്തർദേശീയ ക്രിക്കറ്റ് താരത്തിനുള്ള BCCI അവാർഡ് നേടിയ താരമാണ് ജസ്പ്രീത് ബുംറ. 2024 ഭാരതരത്നം ലഭിച്ച കർപ്പൂരി താക്കൂർ ഏത് സംസ്ഥാനത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയാണ്? ബീഹാർ. 2024 ഭാരതരത്നം ലഭിച്ച കർപ്പൂരി താക്കൂർ ബീഹാർ സംസ്ഥാനത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയാണ്. 96ാമത് ഓസ്കാർ പുരസ്കാരങ്ങളിലേക്ക് ഡോക്യുമെൻ്ററി വിഭാഗത്തിൽ മത്സരിച്ച ഇന്ത്യൻ ഡോക്യുമെൻ്ററി ഫിലിം ഏത്? ടു കിൽ എ ടൈഗർ. 96ാമത് ഓസ്കാർ പുരസ്കാരങ്ങളിലേക്ക് ഡോക്യുമെൻ്ററി വിഭാഗത്തിൽ മത്സരിച്ച ഇന്ത്യൻ ഡോക്യുമെൻ്ററി ഫിലിമാണ് ടു കിൽ എ ടൈഗർ. 2024 ജനുവരിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരള നിയമസഭയിൽ നടത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ പ്രത്യേകത എന്ത്? നിയമസഭാ ചരിത്രത്തിലെ ദൈർഘ്യം കുറഞ്ഞ നയപ്രസംഗം. 2024 ജനുവരിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരള നിയമസഭയിൽ നടത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ പ്രത്യേകതയാണ് നിയമസഭാ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നയപ്രസംഗം. 2024 റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ മുഖ്യ അതിഥി ആരായിരുന്നു? ഇമ്മാനുവേൽ മാക്രോൺ. 2024 റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ മുഖ്യ അതിഥി ആരായിരുന്നു? ഇമ്മാനുവേൽ മാക്രോൺ. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗം ഡബിൾസ് ജേതാക്കൾ ആര്? മാത്യു എബ്ഡൺ, രോഹൻ ബൊപ്പണ്ണ. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗം ഡബിൾസ് ജേതാക്കളാണ് മാത്യു എബ്ഡൺ, രോഹൻ ബൊപ്പണ്ണ. പ്രീതി രജക് ഇന്ത്യൻ ആർമിയിലെ ഏത് പദവിയിലെത്തുന്ന ആദ്യ വനിതയാണ്? സുബൈദാർ. പ്രീതി രജക് ഇന്ത്യൻ ആർമിയിലെ ഏത് പദവിയിലെത്തുന്ന ആദ്യ വനിതയാണ്? സുബൈദാർ. 2024 അന്തർദേശീയ വനിതാ ദിനാചരണത്തിൻ്റെ പ്രധാന പ്രമേയം എന്ത്? ഇൻവെസ്റ്റ് ഇൻ വിമൺ. 2024 അന്തർദേശീയ വനിതാ ദിനാചരണത്തിൻ്റെ പ്രധാന പ്രമേയമാണ് ഇൻവെസ്റ്റ് ഇൻ വിമൺ. കേരള ഗവർണറുടെ സംരക്ഷണ ചുമതല നൽകപ്പെട്ട കേന്ദ്ര പോലീസ് സേന ഏത്? CRPF. കേരള ഗവർണറുടെ സുരക്ഷാ ചുമതല നൽകപ്പെട്ട കേന്ദ്ര പോലീസ് സേനയാണ് CRPF. KM മാണിയുടെ ആത്മകഥയുടെ പേരെന്ത്? ആത്മകഥ. KM മാണിയുടെ ആത്മകഥയുടെ പേരാണ് ആത്മകഥ. ISRO 2024 ഫെബ്രുവരി 17 വിക്ഷേപിച്ച ഇൻസാറ്റ് 3DS ഉപഗ്രഹം ഏത് വിഭാഗത്തിലേതാണ്? കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം. ISRO 2024 ഫെബ്രുവരി 17 വിക്ഷേപിച്ച ഇൻസാറ്റ് 3DS ഉപഗ്രഹം കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹമാണ്. 12ാം നൂറ്റാണ്ടിലെ സാമൂഹിക പരിഷ്കർത്താവായിരുന്ന ബസവണ്ണയെ സാംസ്കാരിക നായകനായി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏത്? കർണാടക. 12ാം നൂറ്റാണ്ടിലെ സാമൂഹിക പരിഷ്കർത്താവായിരുന്ന ബസവണ്ണയെ സാംസ്കാരിക നായകനായി പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് കർണാടക. സൊമാലിയൻ തീരത്തെ കടൽക്കൊള്ളക്കാരിൽ നിന്ന് 2 തവണ കപ്പലുകളെ രക്ഷിച്ച ഇന്ത്യൻ നാവികസേന കപ്പലേത്? INS സുമിത്ര. സൊമാലിയൻ തീരത്തെ കടൽക്കൊള്ളക്കാരിൽ നിന്ന് 2 തവണ കപ്പലുകളെ രക്ഷിച്ച ഇന്ത്യൻ നാവികസേന കപ്പലാണ് INS സുമിത്ര. ട്രാൻസ്പാരൻസി ഇൻ്റർനാഷണലിൻ്റെ
കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് 2023 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ റാങ്ക് എത്ര? 93. ട്രാൻസ്പാരൻസി ഇൻ്റർനാഷണലിൻ്റെ കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് 2023 പ്രകാരം ഇന്ത്യയുടെ റാങ്കാണ് 93. തിരഞ്ഞെടുക്കപ്പെട്ട 100 ആദിവാസി സെറ്റിൽമെൻറ്റുകളിൽ മെഡിക്കൽ ക്യാമ്പുകൾ നടത്താനുള്ള പദ്ധതിയാണ് സ്നേഹഹസ്തം. തിരഞ്ഞെടുക്കപ്പെട്ട 100 ആദിവാസി സെറ്റിൽമെൻറ്റുകളിൽ മെഡിക്കൽ ക്യാമ്പുകൾ നടത്താനുള്ള പദ്ധതിയാണ് സ്നേഹഹസ്തം. കമ്പ്യൂട്ടറിൽ വിവരങ്ങൾ സ്ഥിരമായി ശേഖരിക്കാനുള്ള പ്രാഥമിക സംഭരണോപകരണത്തിനുദാഹരണമാണ് കോമ്പാക്റ്റ് ഡിസ്ക്. കമ്പ്യൂട്ടറിൽ വിവരങ്ങൾ സ്ഥിരമായി ശേഖരിക്കാനുള്ള പ്രാഥമിക സംഭരണോപകരണത്തിനുദാഹരണമാണ് കോമ്പാക്റ്റ് ഡിസ്ക്. കമ്പ്യൂട്ടറിലെ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മോണിറ്റർ. കമ്പ്യൂട്ടറിലെ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മോണിറ്റർ. ഇനി സ്മാർട്ട് ഫോണുകൾക്കുള്ള സ്വതന്ത്ര ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? ആൻഡ്രോയിഡ്. ചുവടെ പറയുന്നവയിൽ സ്മാർട്ട് ഫോണുകൾക്കുള്ള സ്വതന്ത്ര ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ്രോയിഡ്. 1942 അധ്യാപക ജോലി രാജിവെച്ച് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയും ഒളിവിൽ സ്വതന്ത്ര ഭാരതം പത്രം പ്രസിദ്ധീകരിക്കുകയും ചെയ്ത മലയാള സാഹിത്യകാരനാര്? NV കൃഷ്ണവാര്യർ. 1942 അധ്യാപക ജോലി രാജിവെച്ച് സ്വതന്ത്ര സമരത്തിൽ പങ്കെടുക്കുകയും ഒളിവിലിരുന്ന് സ്വതന്ത്ര ഭാരതം പത്രം പ്രസിദ്ധീകരിക്കുകയും ചെയ്ത മലയാള സാഹിത്യകാരനാണ് NV കൃഷ്ണവാര്യർ. മലയാള കവി സച്ചിദാനന്ദനെ പറ്റി ശരിയായ പ്രസ്താവനകളാണ്. മറന്നുവെച്ച വസ്തുക്കൾ എന്ന കവിതാ സമാഹാരത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. മറന്നുവെച്ച വസ്തുക്കൾ എന്ന കവിതാ സമാഹാരത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരണമായ ഇന്ത്യൻ ലിറ്ററേച്ചറിൻ്റെ എഡിറ്ററായി പ്രവർത്തിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരണമായ ഇന്ത്യൻ ലിറ്ററേച്ചറിൻ്റെ എഡിറ്ററായി പ്രവർത്തിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമി സെക്രട്ടറിയായി പ്രവർത്തിച്ചു. അപ്പോൾ മലയാള കവി സച്ചിദാനന്ദനെ പറ്റി ശരിയായ പ്രസ്താവനകളാണ്: മറന്നുവെച്ച വസ്തുക്കൾ എന്ന കവിതാ സമാഹാരത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരണമായ ഇന്ത്യൻ ലിറ്ററേച്ചറിൻ്റെ എഡിറ്ററായി പ്രവർത്തിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമി സെക്രട്ടറിയായി പ്രവർത്തിച്ചു. മലയാളത്തിൽ നിന്ന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ ആദ്യത്തെ എഴുത്തുകാരനാര്? R. നാരായണ പണിക്കർ. മലയാളത്തിൽ നിന്ന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ ആദ്യത്തെ എഴുത്തുകാരൻ ആരാണ്? R. നാരായണ പണിക്കർ. ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിതയാര്? കർണം മല്ലേശ്വരി. ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് കർണം മല്ലേശ്വരി. ഇനി ഏത് സ്ഥാപനത്തിൻ്റെ ആസ്ഥാനമാണ് അനന്തവിലാസം കൊട്ടാരം? സാംസ്കാരിക വകുപ്പ് ഡയറക്ടറേറ്റ്. അപ്പോൾ സാംസ്കാരിക വകുപ്പ് ഡയറക്ടറേറ്റിൻ്റെ ആസ്ഥാനമാണ് അനന്തവിലാസം കൊട്ടാരം. സ്വാതന്ത്ര്യാനന്തരമുള്ള ഇന്ത്യ വിഭജനം പ്രമേയമാക്കിയ ചലച്ചിത്രങ്ങളിൽ ഉൾപ്പെടുന്നത്: മേഘേ ധാക്കധാര, ഗരം ഹവ, തമസ്. സ്വാതന്ത്ര്യാനന്തരമുള്ള ഇന്ത്യ വിഭജനം പ്രമേയമാക്കിയ ചലച്ചിത്രങ്ങളാണ് മേഘേ ധാക്കധാര, ഗരം ഹവ, തമസ്. മേഘേ ധാക്കധാര, ഗരം ഹവ, തമസ്. ആരുടെ ഗ്രന്ഥമാണ് ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ? VP മേനോൻ. ആരുടെ ഗ്രന്ഥമാണ് ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ? VP മേനോൻ. ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ വിദ്യാഭ്യാസ കമ്മീഷൻ്റെ ശുപാർശകൾ ഏതെല്ലാം? ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം. സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷൻ രൂപവൽക്കരിക്കണം. ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ വിദ്യാഭ്യാസ കമ്മീഷൻ്റെ ശുപാർശകൾ എന്തൊക്കെയായിരുന്നു? ത്രിഭാഷാ പദ്ധതി നടപ്പാക്കണം. സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷൻ രൂപവത്കരിക്കണം. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടപ്പാക്കിയ ഭൂവ്യവഹാര നിയമങ്ങൾ, വർഷങ്ങൾ എന്നിവ നൽകുന്നു. തിരുവിതാംകൂറിലെ പണ്ടാരപ്പാട്ട വിളംബരം 1865. തിരുവിതാംകൂറിലെ പണ്ടാരപ്പാട്ട വിളംബരം 1865. കൊച്ചിയിലെ കുടിയായ്മ നിയമം 1914. കൊച്ചിയിലെ കുടിയായ്മ നിയമം 1914. മലബാർ കുടിയായ്മ നിയമം 1929. മലബാർ കുടിയായ്മ നിയമം 1929. അപ്പോൾ തിരുവിതാംകൂറിലെ പണ്ടാരപ്പാട്ട വിളംബരം 1865, കൊച്ചിയിലെ കുടിയായ്മ നിയമം 1914. കൊച്ചിയിൽ 1914. മലബാർ കുടിയായ്മ നിയമം 1929. ഇനി രക്തരൂഷിതമായ ഞായറാഴ്ച എന്നറിയപ്പെടുന്ന സംഭവം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? റഷ്യൻ വിപ്ലവം. രക്തരൂഷിതമായ ഞായറാഴ്ച എന്നറിയപ്പെടുന്ന സംഭവം റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്.
വസന്തം, ഗ്രീഷ്മം, ഹേമന്തം, ശൈത്യം എന്നീ വ്യത്യസ്ത ഋതുക്കൾ ചാക്രികമായി ആവർത്തിക്കുന്നതിൻ്റെ കാരണമെന്ത്? സൂര്യൻ്റെ അയനം. വസന്തം, ഗ്രീഷ്മം, ഹേമന്തം, ശൈത്യം എന്നീ വ്യത്യസ്ത ഋതുക്കൾ ചാക്രികമായി ആവർത്തിക്കുന്നതിൻ്റെ കാരണമാണ് സൂര്യൻ്റെ അയനം. ഇന്ത്യയിലെ പരമ്പരാഗത ഋതുക്കളിലൊന്നായ ഹേമന്തകാലം അനുഭവപ്പെടുന്ന സമയമേത്? ഹേമന്തം. നവംബർ, ഡിസംബർ മാസങ്ങൾ. ഹേമന്തം അനുഭവപ്പെടുന്നത് നവംബർ, ഡിസംബർ മാസങ്ങൾ. പാതിരാ സൂര്യൻ എന്ന പ്രതിഭാസം അരങ്ങേറുന്ന ഭൂമിയിലെ പ്രദേശങ്ങളേവ? ആർട്ടിക് വൃത്തം, അന്റാർട്ടിക് വൃത്തം. പാതിരാ സൂര്യൻ എന്ന പ്രതിഭാസം അരങ്ങേറുന്ന ഭൂമിയിലെ പ്രദേശങ്ങളാണ് ആർട്ടിക് വൃത്തവും അന്റാർട്ടിക് വൃത്തവും. ISRO വികസിപ്പിച്ച ഉപഗ്രഹാധിഷ്ഠിത ഭൂപട നിർമ്മാണ സംവിധാനമാണ് ഭുവൻ. ISRO വികസിപ്പിച്ച ഉപഗ്രഹാധിഷ്ഠിത ഭൂപട നിർമ്മാണ സംവിധാനമാണ് ഭുവൻ. ആലപ്പുഴ ജില്ലയിലെ വീയപുരത്തു വെച്ച് പമ്പാ നദിയുമായി കൂടിച്ചേരുന്ന നദിയാണ് അച്ചൻകോവിലാർ. ആലപ്പുഴ ജില്ലയിലെ വീയപുരത്തു വെച്ച് പമ്പാ നദിയുമായി കൂടിച്ചേരുന്ന നദിയാണ് അച്ചൻകോവിലാർ. ഇന്ത്യയിലെ ബാങ്കിംഗ് മേഖലയുടെ വളർച്ചയിലെ ഏത് ഘട്ടത്തിലെ പ്രധാന സംഭവമായിരുന്നു ബാങ്കുകളുടെ ദേശസാൽക്കരണം? രണ്ടാം ഘട്ടം. ഇന്ത്യയിലെ ബാങ്കിംഗ് മേഖലയുടെ വളർച്ചയിലെ ഏത് ഘട്ടത്തിലെ പ്രധാന സംഭവമായിരുന്നു ബാങ്കുകളുടെ ദേശസാൽക്കരണം? രണ്ടാം ഘട്ടം. 2017 ഏപ്രിൽ 1 SBIയിൽ ലയിപ്പിച്ച ബാങ്കുകളിൽ ഉൾപ്പെടുന്നവയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്, ഭാരതീയ മഹിളാ ബാങ്ക്. 2017 ഏപ്രിൽ 1 SBIയിൽ ലയിപ്പിച്ച ബാങ്കുകളാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്, ഭാരതീയ മഹിളാ ബാങ്ക്. പൂർവ്വതീര കനാലുമായി ബന്ധിപ്പിച്ചുള്ള ബ്രാഹ്മണി മഹാനദി ഡെൽറ്റ നദീവ്യവസ്ഥയിലെ ദേശീയ ജലപാത ഏത്? ദേശീയ ജലപാത 5. പൂർവ്വതീര കനാലുമായി ബന്ധിപ്പിച്ചുള്ള ബ്രാഹ്മണി മഹാനദി ഡെൽറ്റ നദീവ്യവസ്ഥയിലെ ദേശീയ ജലപാത ഏതാണ്? ദേശീയ ജലപാത 5. ഇന്ത്യയിലെ വിവിധ ആണവ നിലയങ്ങളും സംസ്ഥാനങ്ങളുമാണ് പറയുന്നത്. കൈഗ കർണാടക, കാക്രപ്പാറ ഗുജറാത്ത്, നറോറ ഉത്തർപ്രദേശ്. കൈഗ കർണാടക, കാക്രപ്പാറ ഗുജറാത്ത്, നറോറ ഉത്തർപ്രദേശ്. ഏത് കാർഷിക വിളയാണ് വിളവെടുത്ത് കഴിഞ്ഞുടൻ തന്നെ ഫാക്ടറിയിൽ എത്തിച്ചില്ലെങ്കിൽ മൂല്യം കുറയുക? കരിമ്പ്. ഏത് കാർഷിക വിളയാണ് വിളവെടുത്ത് കഴിഞ്ഞുടൻ തന്നെ ഫാക്ടറിയിൽ എത്തിച്ചില്ലെങ്കിൽ മൂല്യം കുറയുക? കരിമ്പ്. പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകാൻ ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് PK തുങ്കൻ കമ്മിറ്റി. പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകാൻ ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് PK തുങ്കൻ കമ്മിറ്റി. ഭരണഘടനയിലെ ഏത് അനുച്ഛേദത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്നതാണ് വിവരാവകാശം? അനുച്ഛേദം 19(1). ഭരണഘടനയിലെ ഏത് അനുച്ഛേദത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്നതാണ് വിവരാവകാശം? അനുച്ഛേദം 19(1). അനുച്ഛേദം 19(1). രാജ്യത്ത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണങ്ങൾ ഏതൊക്കെ? യുദ്ധം, പുറത്തുനിന്നുള്ള ആക്രമണം, ആഭ്യന്തര കലാപം. രാജ്യത്ത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണങ്ങളാണ് യുദ്ധം, പുറത്തുനിന്നുള്ള ആക്രമണം, ആഭ്യന്തര കലാപം. രാജ്യസഭാ സീറ്റുകൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യയിലെ രണ്ടാമത്തെ സംസ്ഥാനം ഏത്? മഹാരാഷ്ട്ര. രാജ്യസഭാ സീറ്റുകൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യയിലെ രണ്ടാമത്തെ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നാണ്? ഫ്രാൻസ്. റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഫ്രാൻസിൽ നിന്നാണ്. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയാനായി രൂപം കൊടുക്കേണ്ട സമിതിയാണ് ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയാനായി രൂപം കൊടുക്കേണ്ട സമിതിയാണ് ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി. എത്ര ജീവനക്കാരിൽ താഴെ പണിയെടുക്കുന്ന സ്ഥാപനങ്ങളിൽ ലൈംഗികാതിക്രമ പരാതി നൽകേണ്ട സംവിധാനമാണ് ലോക്കൽ കമ്മിറ്റി? 10. എത്ര ജീവനക്കാരിൽ താഴെ പണിയെടുക്കുന്ന സ്ഥാപനങ്ങളിൽ ലൈംഗികാതിക്രമ പരാതി നൽകേണ്ട സംവിധാനമാണ് ലോക്കൽ കമ്മിറ്റി? 10. 1984 ഉണ്ടായ ഭോപ്പാൽ വിഷവാതക ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ രൂപം നൽകിയ നിയമമേത്? പരിസ്ഥിതി സംരക്ഷണ നിയമം. 1984 ഉണ്ടായ ഭോപ്പാൽ വിഷവാതക ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ രൂപം നൽകിയ നിയമമാണ് പരിസ്ഥിതി സംരക്ഷണ നിയമം. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ, വിവരാവകാശ കമ്മീഷണർമാർ എന്നിവരെ ശുപാർശ ചെയ്യുന്ന സമിതിയിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാം? പ്രധാനമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, ഒരു ക്യാബിനറ്റ് മന്ത്രി. പ്രധാനമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, ഒരു ക്യാബിനറ്റ് മന്ത്രി.
കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ, വിവരാവകാശ കമ്മീഷണർമാർ എന്നിവരെ ശുപാർശ ചെയ്യുന്ന സമിതിയിൽ ഉൾപ്പെടുന്നവർ ആരൊക്കെയാണ്? പ്രധാനമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, ഒരു ക്യാബിനറ്റ് മന്ത്രി. ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിലൂടെ നേടിയെടുക്കുന്ന ഉപഭോക്തൃ ശീലങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? 1. സാധനങ്ങൾ വാങ്ങുമ്പോൾ ബില്ല് ചോദിച്ചു വാങ്ങുക. 2. അളവും തൂക്കവും ശരിയാണെന്ന് ബോധ്യപ്പെടുക. 3. സാധനങ്ങളുടെ നിലവാരം സൂചിപ്പിക്കുന്ന ചിഹ്നങ്ങൾ ശ്രദ്ധിക്കുക. ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിലൂടെ നേടിയെടുക്കുന്ന ഉപഭോക്തൃ ശീലങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്: 1. സാധനങ്ങൾ വാങ്ങുമ്പോൾ ബില്ല് ചോദിച്ചു വാങ്ങുക. 2. അളവും തൂക്കവും ശരിയാണെന്ന് ബോധ്യപ്പെടുക. 3. സാധനങ്ങളുടെ നിലവാരം സൂചിപ്പിക്കുന്ന ചിഹ്നങ്ങൾ ശ്രദ്ധിക്കുക. സെക്രട്ടേറിയറ്റ് ഭരണ സംവിധാനത്തിൽ ബന്ധപ്പെട്ട് വകുപ്പ് മന്ത്രിക്ക് ഫയലുകൾ സമർപ്പിക്കുന്നത് ആര്? സ്പെഷ്യൽ സെക്രട്ടറി. സെക്രട്ടേറിയറ്റ് ഭരണ സംവിധാനത്തിൽ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിക്ക് ഫയലുകൾ സമർപ്പിക്കുന്നത് ആരാണ്? സ്പെഷ്യൽ സെക്രട്ടറി. ജനാധിപത്യ ഭരണക്രമത്തിൽ സാധാരണ ജനതയ്ക്ക് ഭരണത്തിൽ നേരിട്ട് പങ്കാളിത്തം ലഭിക്കുന്ന ഏക സംവിധാനമാണ് ഗ്രാമസഭകൾ. ജനാധിപത്യ ഭരണക്രമത്തിൽ സാധാരണ ജനതയ്ക്ക് ഭരണത്തിൽ നേരിട്ട് പങ്കാളിത്തം ലഭിക്കുന്ന ഏക സംവിധാനമാണ് ഗ്രാമസഭകൾ. കേരള നിയമസഭ പാസാക്കിയ 2008 28ാമത്തെ ആക്ട് ഏത്? നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം. കേരള നിയമസഭ പാസാക്കിയ 2008 28ാമത്തെ ആക്ടാണ് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം. ജില്ലാ ആസൂത്രണ സമിതിയുടെ അധ്യക്ഷനാര്? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. ജില്ലാ ആസൂത്രണ സമിതിയുടെ അധ്യക്ഷൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. ഇൻഫർമേഷൻ കേരള മിഷൻ രൂപവത്കരിച്ച വർഷം 1999. ഇൻഫർമേഷൻ കേരള മിഷൻ രൂപവത്കരിച്ച വർഷമാണ് 1999. വൈദ്യുതകാന്തിക സ്പെക്ട്രത്തിലെ വിവിധ വർണ്ണങ്ങളും തരംഗദൈർഘ്യവും കൊടുക്കുന്നു. അപ്പോൾ ചുവപ്പ് 620 മുതൽ 700 നാനോമീറ്റർ വരെയാണ്. ചുവപ്പ് 620 മുതൽ 700 നാനോമീറ്റർ വരെ. അന്തരീക്ഷത്തിലെ ചെറു ജലകണികകളിൽ സൂര്യപ്രകാശത്തിനുണ്ടാകുന്ന ഏത് പ്രതിഭാസം മൂലമാണ് മഴവില്ലുണ്ടാകുന്നത്? പ്രകീർണനം. അന്തരീക്ഷത്തിലെ ചെറു ജലകണികകളിൽ സൂര്യപ്രകാശത്തിനുണ്ടാകുന്ന പ്രകീർണനമാണ് മഴവില്ലുണ്ടാകാൻ കാരണം. വിദൂരതയിൽ നിന്നും ഉപകരണങ്ങളെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന വികിരണമാണ് ഇൻഫ്രാറെഡ്. വിദൂരതയിൽ നിന്നും ഉപകരണങ്ങളെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന വികിരണമാണ് ഇൻഫ്രാറെഡ്. താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം മർദ്ദത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും എന്ന് പ്രസ്താവിക്കുന്ന നിയമമാണ് ബോയിൽ നിയമം. താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം മർദ്ദത്തിന് ആയിരിക്കും എന്ന് പ്രസ്താവിക്കുന്ന നിയമമാണ് ബോയിൽ നിയമം. ഒരു അണുനാശിനി എന്ന നിലയിലും ലഘുവായ ബ്ലീച്ചിങ് ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന സംയുക്തമേത്? ഹൈഡ്രജൻ പെറോക്സൈഡ്. ഒരു അണുനാശിനി എന്ന നിലയിലും ലഘുവായ ബ്ലീച്ചിങ് ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന സംയുക്തമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. LPGയിലെ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാം? പ്രൊപ്പെയ്ൻ, ബ്യൂട്ടെയ്ൻ. LPGയിലെ പ്രധാന ഘടകങ്ങളാണ് പ്രൊപ്പെയ്ൻ, ബ്യൂട്ടെയ്ൻ. വിറ്റാമിൻ എയുടെ കുറവ് മൂലം മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച കരയുന്ന അവസ്ഥയാണ് നിശാന്തത. വിറ്റാമിൻ എയുടെ കുറവ് മൂലം മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച കുറയുന്ന അവസ്ഥയാണ് നിശാന്തത. ഇനി തലച്ചോറിൻ്റെ വിവിധ ഭാഗങ്ങളും അവയുടെ ഫങ്ഷൻസുമാണ്. സെറിബ്രം കാഴ്ച, കേൾവി എന്നിവയെ സാധ്യമാക്കുന്നു. സെറിബ്രം കാഴ്ച, കേൾവി എന്നിവയെ സാധ്യമാക്കുന്നു. സെറിബെല്ലം ശരീരത്തിൻ്റെ തുലനനില പാലിക്കുന്നു. സെറിബെല്ലം ശരീരത്തിൻ്റെ തുലനനില പാലിക്കുന്നു. മെഡുല ഒബ്ലാങ്കേറ്റ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. മെഡുല ഒബ്ലാങ്കേറ്റ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. ഹൈപ്പോതലാമസ് ആന്തര സമസ്ഥിതി പാലനം. ഹൈപ്പോതലാമസ് ആന്തര സമസ്ഥിതി പാലനം. അപ്പോൾ സെറിബ്രം കാഴ്ച, കേൾവി എന്നിവ സാധ്യമാക്കുന്നു. സെറിബെല്ലം ശരീരത്തിൻ്റെ തുലനനില പാലിക്കുന്നു. മെഡുല ഒബ്ലാങ്കേറ്റ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. ഹൈപ്പോതലാമസ് ആന്തര സമസ്ഥിതി പാലനം. ഓർമ്മ പൂർണ്ണമായി നശിക്കുന്നത് ഏതു രോഗാവസ്ഥയിലാണ്? അൽഷൈമർ രോഗം. ഓർമ്മ പൂർണ്ണമായി നശിക്കുന്നത് ഏതു രോഗാവസ്ഥയിലാണ്? അൽഷൈമർ രോഗം. അഡ്രീനൽ ഗ്രന്ഥി പുറപ്പെടുവിക്കുന്ന ഹോർമോൺ ഏതൊക്കെ? അൽഡോസ്റ്റിറോൺ, അഡ്രിനാലിൻ, കോർട്ടിസോൾ. അഡ്രീനൽ ഗ്രന്ഥി പുറപ്പെടുവിക്കുന്ന ഹോർമോണാണ് അൽഡോസ്റ്റിറോൺ, അഡ്രിനാലിൻ, കോർട്ടിസോൾ. എന്തിനുദാഹരണമാണ് LSD മയക്കുമരുന്ന്? എന്തിനുദാഹരണമാണ് LSD മയക്കുമരുന്ന്? അരുണരക്താണുക്കളിലെ ഹീമോഗ്ലോബിൻ തന്മാത്രകളിൽ ഘടനാപരമായ വൈകല്യമുണ്ടാകുന്ന രോഗാവസ്ഥയാണ് സിക്കിൾ സെൽ അനീമിയ.
അരുണരക്താണുക്കളിലെ ഹീമോഗ്ലോബിൻ തന്മാത്രകളിൽ ഘടനാപരമായ വൈകല്യമുണ്ടാകുന്ന രോഗാവസ്ഥയാണ് സിക്കിൾ സെൽ അനീമിയ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ മോഡൽ എക്സാമിലെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കും. ഓക്കെ, താങ്ക്